പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 42 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇതുകണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്ന ഈ തിരുവചന ഭാഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് എന്നത് ഈ അന്ധനിൽ വരുന്ന മാറ്റമാണ്. ഈശോ തരുന്ന കാഴ്ചയാകുന്ന സൗഖ്യം സ്വീകരിച്ച ഈ അന്ധൻ തൻ്റെ ജീവിതത്തിലും പുതിയൊരു കാഴ്ചപ്പാടോടുകൂടെ ചിന്തിക്കുകയാണ്. ആ കാഴ്ചപ്പാടാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുക. നമ്മൾ വായിക്കുന്നു, 2 കാര്യങ്ങളാണ് ഈ അന്ധൻ ചെയ്തത്. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി, പിന്നീട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഈശോയുടെ സൗഖ്യം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഈ തിരുവചനം സംസാരിക്കുക. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനുമായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ക്രൈസ്തവ ജീവിതം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. നമ്മളും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ എത്രയോ തവണ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങളും സൗഖ്യവും നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ പലപ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമ്മൾ മറന്നുപോകുന്നു. ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യേണ്ട നമ്മൾ നമ്മുടെ ധാരണകൾക്ക് പിന്നാലെ പലപ്പോഴും പരക്കം പാഞ്ഞിട്ടില്ലേ? ഇന്ന് ഈശോ നമ്മളെ വിളിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയുടെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ടുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തുവാനായിട്ടാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്കും ഈശോയുടെ സൗഖ്യം കടന്നു വരേണ്ട എല്ലാ മേഖലകളെയും കൊടുക്കാം. കുടുംബ ബന്ധങ്ങളെ, കുടുംബ സാഹചര്യങ്ങളെ, തടസ്സ മേഖലകളെ, രോഗപീഠകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവിടുത്തെ രക്ഷാകരമായ സൗഖ്യം നമ്മളിലും പുതിയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.